ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടീം ക്യാൻസിയോ. അപ്പം നമ്മളിന്ന് കേൾക്കുമായിരിക്കും. നമ്മളിന്ന് സിനിമ കാണാൻ വന്നേക്കുവാണ്. ഭയങ്കര തിരക്കാണ്. സോറി ഗൈസ്. നമ്മൾ സിനിമ കാണാൻ വന്നേക്കുക. സിനിമയാണ് കൂലി കാണാൻ വന്നേക്കുവാണ്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഹലോ ഗായ്സ്, ഇപ്പം ഇന്റർവെല്ലായി. എങ്ങനെയുണ്ട്? എനിക്ക് വലിയ മോശം തോന്നില്ല. അതെ, എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓൾറെഡി സംഭവം തോന്നിയില്ല, ഇതുവരെ തോന്നിയില്ല. എനിക്ക് കണ്ടിരിക്കാം, നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളൊരു ചായ കുടിക്കാൻ പോവാണ്. പക്ഷേ നമ്മളറിയാതെ ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അതെ, നമ്മുടെ ക്യാൻസർ ബാൻഡ് അംഗങ്ങളിവിടെ വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. നമുക്ക് അവരെ ഒന്ന് കാണാം, പറ്റുമെങ്കിൽ അവരെ ഒന്ന് കാണാം. അയ്യോ, എങ്ങനെയാണോ? ഹലോ, അപ്പൊ ഞങ്ങള് സിനിമയെ കണ്ട് ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയ സമയത്ത് ഭയങ്കര തിരക്കും മഴയും. അതെ, ഭയങ്കര മഴയും തണുപ്പൊക്കെ ആയിരുന്നു. അപ്പൊ റിവ്യൂ എടുക്കാൻ പറ്റിയില്ല. സോ ഞങ്ങളിപ്പം വീട്ടിൽ വന്നു. നമ്മള് കൂലി സിനിമ റിവ്യൂ പറയാൻ പോവാണ്. ഓക്കെ, അപ്പം ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള റിവ്യൂ ആണ്. കാരണം പലർക്കും പല ഒപ്പീനിയനാണ്. അതെ, നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ പേരുടെ റിവ്യൂ നമ്മൾ കേട്ടായിരുന്നു. അപ്പൊ നമ്മൾ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ അതെ, കുറെ പേര് ഓൾറെഡി കണ്ടായിരുന്നു, ഷോ തന്നെ കണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സ്പെക്ടേഷനോടെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾക്ക് മാത്രമാണോന്ന് അറിയത്തില്ല, കുറെ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറയുകയാണെങ്കിൽ ഞാനങ്ങനെ എൻ്റെ കാര്യം പറയാം. ഞാനങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് തന്നെ ഭയങ്കര ചുരുക്കമാണ്. ഈയിടയ്ക്കാണ് കുറേ സിനിമ അങ്ങനെ കണ്ടു തുടങ്ങിയത്. പിന്നെ മാസപടം ഞാൻ ഭയങ്കര ചുരുക്കമേ കാണത്തുള്ളൂ. ആദ്യമായിട്ട് തന്നെ പറയാൻ പറ്റും, ഞാനിങ്ങനെ സിനിമ അങ്ങനെ കാണത്തില്ല. പക്ഷേ ഈ സിനിമ എൻ്റെ പേഴ്സണലാണ്. ഞാൻ സിനിമ കാണാത്ത ഒരാളാണ് റിവ്യൂ പറയുന്നത്. ആ രീതി നിങ്ങൾ എടുത്താൽ മതി. അപ്പം അങ്ങനെ ഒരു മാസപടം പോയി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ലോജിക്കലായിട്ടൊന്നും ചിന്തിക്കാൻ പോയില്ല. ലോജിക്കൽ ചിന്തിച്ചാൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ലോജിക്ക് നോക്കിയാൽ കുറച്ച് അവിടെ ഒരു മനസ്സിലാവില്ല. കണക്ഷൻ സെക്കൻഡ് ഹാഫ് കാണുമ്പോഴത്തേക്കും നമ്മൾ ലോജിക്ക് പരമായി ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തും ഒരു കണക്ഷൻ തോന്നത്തില്ല. നമ്മൾ ആലോചിച്ചു പോകും, ഇതിപ്പോ ഇതെങ്ങനെ ഇവിടെ അവരെങ്ങനെ അവിടെ ചെന്നു, ഒരു കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമുക്കതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചിലർ പറഞ്ഞ ഭയങ്കര ലാഗാണ്, സ്കിപ്പ് അടിച്ച് കാണുന്നൊക്കെ തോന്നും, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നും തോന്നിയില്ല. എനിക്ക് ഒട്ടും ലാഗ് തോന്നിക്കോ അല്ലെങ്കിൽ മടുപ്പ് തോന്നിക്കോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പാട്ടുകൾ ഭയങ്കര അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആയിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായാലും കാണണം കേട്ടോ. അതെ, നിങ്ങൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണാതിരിക്കരുത്, എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് കാണുമ്പോൾ അതിന്റെ പിന്നെ എടുത്തു പറയണ്ട, നമ്മുടെ സൗബിനിക്ക ഭയങ്കര അഭിനയം, ആക്ടിങ് ഭയങ്കര അടിപൊളി. പുള്ളിക്കാരൻ ഇത്രയും കാലം കണ്ടതേ വെച്ചൊരു വേറൊരു മാസ്, നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു വില്ലൻ. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പടം എന്ന് പറയുമ്പോഴേ അറിയാലോ. പിന്നെ അതിനകത്ത് എല്ലാ ലാംഗ്വേജിൽ നിന്നും ആൾക്കാരുണ്ട്. നമ്മുടെ എമ്പുരാനിലെ അതെ കുറെ ഒരു പറയണ്ട, ഒന്നും പറയണ്ട, 4 ലാംഗ്വേജ് ആൾക്കാരുണ്ട് കലർന്ന് കാണും. പിന്നെ സൗബിന്റെ അടിപൊളിയാണ്. പിന്നെ ഡാൻസും പാട്ടൊക്കെ അടിപൊളി കേട്ടോ. നമ്മള് ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് പോയായിരുന്നല്ലോ. അപ്പം ആ പാട്ടും ഡാൻസ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഓളം സംഭവമൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഫാൻസ് ഒക്കെ ഉള്ള, രജനീകാന്തിന്റെ ഫാൻസ് ഒക്കെ ഉള്ള ഒരു ഓഡിയൻസിന്റെ കൂടുതലാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കയറിയപ്പം ഒരു ചേട്ടൻ ഫസ്റ്റ് സിനിമ തുടങ്ങിയപ്പോ തൊട്ട് ആ ചേട്ടന്റെ സീറ്റൊന്നും വേണ്ട, ചേട്ടൻ ഇങ്ങനെ അടിയുടെ സമയത്ത് വരെ ഓടി നടന്ന ഡാൻസ് അടിപൊളിയായിരുന്നു. ഫാൻസ് ഒക്കെ ഉള്ള ഓഡിയൻസ് ആണെങ്കിൽ, ഫാനായിട്ടുള്ള ഓഡിയൻസ് ആണെങ്കിൽ അതും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഓവറോൾ അടിപൊളിയാണ്. ഞങ്ങളുടെ റിവ്യൂ അങ്ങനെ അടിപൊളി മെച്ചപ്പെട്ട റിവ്യൂ ഒന്നും പറയുന്നില്ല. ഞങ്ങളുടെ പേഴ്സണലായിട്ട് ഞങ്ങൾ
ഞങ്ങള് 3 പേരാണ് കണ്ടപ്പം തോന്നി. ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ജോറും ഉണ്ടായിരുന്നു. വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, അവർക്കും ഇഷ്ടപ്പെട്ടു. അവരെല്ലാരും നെഗറ്റീവ് കേട്ടാണ് കാണാൻ പോയത്, അതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഈ റിവ്യൂ കണ്ട് പോകാനിരിക്കുന്നവരാണെങ്കിൽ അത് ഒട്ടും ചിലപ്പം നമ്മളും അപ്പൊ അത് കേൾക്കുമ്പോൾ കാണത്തില്ല എന്നുള്ള രീതിക്ക് ഇരിക്കുവായിരുന്നെങ്കിൽ പക്ഷെ മിസ്സായി പോയി. ഓരോരുത്തർക്കും അവരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് വേറെ രീതിയിലാണ് സിനിമ തോന്നുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും പോയി കണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ തന്നെ വിലയിരുത്തതിനെ. അതെ അതെ, നല്ലതാണ്. എനിക്ക് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര അടിപൊളിയാണ്. കാരണം ഓരോ സിറ്റുവേഷനും അതിൻ്റെതായിട്ടുള്ള ഗൂസ്ബംസ് ഒക്കെ വരുന്നത്. അതെ അതെ. അപ്പം എല്ലാവരും പോയി കാണാം, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സോ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.